അപകടങ്ങൾ പതിവാകുന്ന MC റോഡിൽ ഇന്നലെ രാത്രി 12:15 വലിയ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. അടൂർ MC റോഡിൽ മിത്രപുരത്തിന് സമീപമാണ് രണ്ട് ബൈക്ക് യാത്രികരായ യുവാക്കൾ ബസിൻ്റെ ഫ്രണ്ടിലേക്ക് ഇടിച്ചു കയറുകയും തൽക്ഷണം അവർ മരണപ്പെടുകയാണ് ഉണ്ടായെന്നാണ് ഇവിടെ നിന്ന് നാട്ടുകാരും നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അടൂർ അമ്മകണ്ഠകര സ്വദേശികളായ നിശാന്ത്, അമൽ എന്ന രണ്ട് ചെറുപ്പക്കാരാണ് ഇന്നലെ രാത്രിയിൽ 12:15 ഈ അപകടവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടത്. അവർ വളരെയധികം സാധാരണ കുടുംബമാണെന്നും ഈ മേഖലയിൽ അമിതമായ സ്പീഡാണ് ഈ അപകടങ്ങൾക്ക് കാരണമെന്നാണ് ഈ നാട്ടിലെ ആളുകളും പൊതുപ്രവർത്തകരും പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അടൂർ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായി ഇടപെടൽ നടത്തി ഈ മേഖലയിലെ അപകടങ്ങൾ കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരായ ആളുകളും പൊതുപ്രവർത്തകരും പറയാനുള്ളത്. അതുതന്നെയാണ് വാർത്ത 24 എന്ന് പറയാനുള്ളത്. അല്ല, ഞാൻ വരുമ്പം അപകടം നടന്നു കഴിഞ്ഞ് വാഹനം ഇവിടെ ഇങ്ങനെ ഈ സ്ഥലത്ത് തന്നെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഇപ്പം അന്വേഷിച്ചപ്പോൾ അവർ വടക്ക് നിന്ന് തെക്കോട്ട് വരുന്നതായിട്ടാണ്. അതായത് അടൂന്ന് പന്തളത്ത് നിന്ന് അടൂരേക്ക് വരുന്നതായിട്ട് ബസ് പിന്നെ അടൂരിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്ക് പോകുന്നതായിട്ടുമാണ് നമ്മൾ കണ്ടത്. ഇടിച്ച് തിരിഞ്ഞതായിരിക്കാമെന്നാണ് ഇവിടെ വന്ന മറ്റുള്ള ആൾക്കാർ പറഞ്ഞത്. നമ്മളും അങ്ങനെ മനസ്സിലാക്കുന്നത്. അവർ പിന്നെ അവിടെ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്ന സുഹൃത്തുക്കളായ പിള്ളേരായിരിക്കണം. അവരൊക്കെ പറഞ്ഞത് പിന്നെ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിലേക്ക് വരുന്ന വഴിയായിരുന്നു അവരോട് അങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്. ഈ ബൈക്ക് യാത്രയിൽ പന്തളത്തുനിന്ന് അടൂരേക്കും ഈ ബസ് അടൂരിൽ നിന്നും പന്തളത്തിലേക്ക് പോകുന്ന ആ ദിശയിലാണ്. അങ്ങനെയാണ് നമ്മൾ കാണപ്പെട്ടത്. അല്ല, തീർച്ചയായും ഇവിടെ ഈ വാഹനങ്ങളുടെ അമിതമായ വേഗത അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അതിന് പിന്നെ MVD ഡിപ്പാർട്ട്മെൻറ്റും പോലീസും പൊതുമരാമത്തും ചേർന്ന് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തണം. എന്തുകൊണ്ട് ഈ ഭാഗങ്ങളിങ്ങനെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു, ആ കാര്യങ്ങൾ അവരന്വേഷിച്ച് അതിൻ്റെ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഈ സൈഡ് തന്നെ ഒരു കർവ്, വലിയൊരു കർവാണ്. ഇത് വേണ്ടതായ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. സൈൻ ബോർഡുകൾ ആവശ്യ സ്ഥലങ്ങളിലൊക്കെ സൈൻ ബോർഡുകളുണ്ട്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഈ സൈൻ ബോർഡുകൾ പോലും ഈ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. സൈൻ ബോർഡുകളോ റോഡിലെ അടയാളങ്ങളോ ഒന്നും ശ്രദ്ധിക്കാതെ വാഹനം അമിത വേഗതയിൽ ഓടിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളുടെ സ്പീഡോ അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ചൊന്നും ഇത് ഓടിക്കുന്ന പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ഈ ചേട്ടൻ ഈ സംഭവ സ്ഥലത്ത് വന്നപ്പോൾ ഇവരെ കണ്ടാൽ അമലിനെ നിശാന്തിനെ കണ്ടാൽ? അമലും നിശാന്തിനെ അപ്പോൾ തന്നെ 108 ആംബുലൻസ് വന്ന് അവരെ കൊണ്ടുപോയതിന് ശേഷമാണ് ഞാൻ നാട്ടുകാരാണോ എത്തിച്ചത് അതോ? അതെ, അപ്പോൾ പിന്നെ നമ്മുടെ ചാണ്ടിയുമ്മൻ MLA, ബഹുമാനപ്പെട്ട ചാണ്ടിയുമ്മൻ MLA ആണ് ആദ്യം ഈ സംഭവം. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്കാണ് അന്നേരമാണ് അപകടം ഉണ്ടാകുന്നത്. അദ്ദേഹമാണ് 108 വിളിച്ചതും പോലീസിനെ വിവരം അറിയിച്ചതുമാണ് അന്നേരം ഇവിടെ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ പറഞ്ഞത്. രക്ഷാപ്രവർത്തനവും പോലീസും ഫയർഫോഴ്സും ഒക്കെ നല്ല രീതിയിൽ ദ്രുതവേഗതയിൽ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എന്നാലും കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ദുഃഖം ആ നാട്ടിലുണ്ട്. ഇത് ഇന്ന് അവരുടെ അടക്കമുണ്ടോ അതോ? ഇന്ന് ഇൻക്വസ്റ്റ് 1 മണിക്കൂർ മുമ്പ് ഇൻക്വസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കും. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഏകദേശം ഒരു 3:30 മണിയോടുകൂടി രണ്ടും അയൽവാസികളാണ്, സുഹൃത്തുക്കളാണ്. ഇന്ന് തന്നെ ബോഡി പിന്നെ അടക്കം ചെയ്യാനാണ് അവർ. അടൂരാണോ പത്തനംതിട്ടയാണ്? അടൂരാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് അവിടെ ഞാൻ പോകുന്നത് അടൂരായിരുന്നു. ഇന്നലെ അടൂര് രാത്രിയിൽ അടൂരെ മോർച്ചറിലാണ്. അമലിൻ്റെയും നിശാന്തിൻ്റെയൊക്കെ ജീവിത പശ്ചാത്തലം അങ്ങനെയാണ്. പാവപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. കുട്ടികളും അവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മിത്രപുരത്ത് തൊട്ട് സമീപമായി തന്നെ അരിച്ചാക്ക് ആയി വന്ന ഒരു കണ്ടെയ്നർ ലോറി ഒരു വീട്ടിലേക്ക് മറിയാനിടയായ സാഹചര്യം. അപ്പോൾ റോഡിൻ്റെ ഈ MC റോഡുമായി ബന്ധപ്പെട്ട മേഖലയിൽ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ഉണ്ട് എന്ന് തന്നെ ചില ആളുകൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. മതിയായ സൈൻ ബോർഡുകളും കൃത്യമായ ട്രാഫിക് ബോധവൽക്കരണവും ഈ മേഖലയിൽ നടത്തേണ്ടതായ അത്യാവശ്യമുണ്ട്. കാരണം വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ മിത്രപുരത്ത് ഉണ്ടായത്. വളരെ 19ഉം 23ഉം വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരാണ് മരണപ്പെട്ടത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വരും ദിവസങ്ങളിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ MVD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ രണ്ട് യുവാക്കളുടെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്ന് അമ്മകണ്ഠകര പ്രദേശത്ത് നടക്കും. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പുരോഗമിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും നാട്ടുകാരായ ആളുകൾ ഈ സംഭവ സ്ഥലത്ത് വരികയും 108 ആംബുലൻസ് വിളിച്ചാണ് ഇവരെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകിയത്. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നെങ്കിലും അവരെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ബഹുമാനായ പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ ഇതുവഴി കടന്നുപോയപ്പോൾ അദ്ദേഹമാണ് 108 ആംബുലൻസ് വിളിച്ചതെന്നാണ് ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകരായ ആളുകൾ വാർത്ത 24 പ്രതികരിച്ചത്. എന്തായാലും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.